ചിലർ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 2024 മലയാള സിനിമയിലെ യഥാർത്ഥ താരം അല്ലെങ്കിൽ വിജയങ്ങൾ നേടിയ താരം ആരാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മമ്മൂക്ക തന്നെയാണെന്ന്. കാരണം 2022 മുതലേ തന്നെ മമ്മൂക്ക ആ ഒരു നേട്ടം കൈവരിക്കുന്നുണ്ട്. 2022 അദ്ദേഹത്തിന്റെ നേട്ടം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ടോപ്പ് ഇയർ വളരെ രീതിയിൽ തന്നെ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ട് അന്ന് ഭീഷ്മപർവം മാറുന്നത് നമ്മൾ കണ്ടു. 2023 വരുമ്പോൾ കണ്ണൂർ സ്ക്വാഡ് അവിടെയുണ്ട്. 2024 വരുമ്പോൾ ഇതാ ബ്രഹ്മയുഗവും ടർബോയും ഒപ്പം തന്നെ അബ്രഹാം ഓസ്ലറിലെ കേവലം ഒരു കാമിയോ കഥാപാത്രത്തിലൂടെ തൻ്റെ വരുതിയിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്ന മമ്മൂക്കയെ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു. കഥ പറയുമ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രത്യേക കഥാപാത്രമായി, ഒരുപക്ഷെ ആ കഥാപാത്രം ഇല്ലെങ്കിൽ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ചിത്രത്തിന് ഒരുപാട് പോരായ്മകളൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിനിമ ഗംഭീരമായൊരു നേട്ടം തന്നെയാണ് ആ ഒരു സിനിമയിലൂടെ ജയറാമിനും അതുപോലെ തന്നെ സിനിമയുടെ നിർമ്മാതാക്കൾക്കുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് കാരണക്കാരൻ മമ്മൂക്കയാണെന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ വർഷം 2024 ടോപ്പ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെയാണ്. കാരണം മമ്മൂക്കയുടെ സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്തമെന്നതിനേക്കാൾ ഒരു പല പല ജോണറുകളിൽ അദ്ദേഹം വന്ന് തകർന്ന് തട്ടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പൊറ്റി എന്ന കഥാപാത്രത്തിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചാത്തനമായും പോറ്റിയുമായിട്ടുള്ള പകർനാട്ടങ്ങൾ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു നടൻ എന്ന നിലയിൽ, ഒരു താരം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഗംഭീര പെർഫോമൻസ് കണ്ട ഒരു വർഷം തന്നെയായിരുന്നു. അതും ഒരു 72 വയസ്സുകാരനാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അത് ഓർത്തേ പറ്റൂ, അല്ലാതെ നമുക്കത് താഴ്ത്തിക്കെട്ടേണ്ട ഒരു വിഷയമല്ല. കാരണം ഈ പ്രായത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ നമ്മുടെ മമ്മൂക്കല്ലാതെ മറ്റൊരു സിനിമ ഇൻഡസ്ട്രിയിലെ താരത്തിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുതന്നെയാണ് മമ്മൂക്ക ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ, പ്രതിഭയുടെയൊക്കെ ഫലം തന്നെയാണ്. തേച്ച് മൂർച്ച കൂട്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അദ്ദേഹത്തിന്. 2025 അതിൻ്റെ തുടർച്ച നമ്മൾ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇതാ ലേഡീസ് പേഴ്സ്, നമുക്കറിയാം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഗൗതം മേനോന്റെ സംവിധാനത്തിൽ വരാനിരിക്കുകയാണ്. തൊട്ടു പുറകെ തന്നെ അടുത്ത മാസം ഫെബ്രുവരി 14 വരാനിരിക്കുകയാണ് ബസൂക്ക. കാത്തിരിക്കുകയാണ് ഈ വർഷവും മമ്മൂക്കയുടെ മാജിക് കാണാൻ.